ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരാൾ ഹബീബായ നബിയുടെ അടുത്തേക്ക് കടന്നു വന്നു. ഫശക്കായിലൈ അന്നമാ ഫീ ബത്നിഹി മംഹൂഖും മിനൽ ബറക. നബിയേ, എന്റെ വീട്ടിൽ ഒരു ബറക്കത്തില്ലല്ലോ നബിയേ, എന്റെ വീട് ഒരു ബറക്കത്തില്ലാത്ത വീടാണ്. അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവും ചില വീടുകൾ. എല്ലാ വീടും ഒരുപോലെ ഒന്നും ആവില്ല. വീട്ടിൽ എന്താണ് നടക്കുന്നത് അതിനനുസരിച്ച് ബറക്കത്ത് കൂടുകയും കുറയുകയും ചെയ്യും. വീടിന്റെ ഷേപ്പിനനുസരിച്ച് പോലും ബറക്കത്ത് കൂടുകയും കുറയുകയും ചെയ്യും. നബിയെ, എന്റെ വീട് പറ്റ ബറക്കത്തില്ലാത്ത ഒരു വീടാണല്ലോ എന്ന് ആ സഹാബി വര്യൻ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാക്കിയാ തികയുന്നില്ല. ഭക്ഷണം ഒരിക്കലും ഒരു റാഹത്താവണില്ല. വലിയ സങ്കടത്തിലാ നബിയെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു റസൂലിനോട് സങ്കടം പറഞ്ഞത് ഈ വിഷയത്തിൽ തന്നെയാണ്. നബിയേ നബിയേ അമാ അന്നമാ ഫീ ബൈതിഹി മംഹൂഖും മിനൽ ബറക. എന്റെ വീട് ഒരു ബറക്കത്തില്ലാത്ത വീടാണ് നബിയേ. ഫഖാല, ഉടനെ അല്ലാഹുവിന്റെ റസൂൽ അതിന് മറുപടിയായി പറഞ്ഞത്, ഐന അൻത മിൻ ആയത്തുൽ കുർസി, ഐന അൻത മിൻ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി നിനക്കറിയൂലേ? അത് നീ വീട്ടിൽ ഓതാറില്ലേ? നിന്റെ വീട്ടിൽ ആയത്തുൽ കുർസി വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് മാ തുലിയത അലാ തുആമിൻ വലാ ഇദാമിൻ ഇല്ലാ അൻമല്ലാഹു ബറകത ദാലിക തുആമി വൽ ഇദാം. പ്രത്യേകിച്ച് ഒരു ഭക്ഷണം എടുത്ത് വെച്ചിട്ട് ആ ഭക്ഷണത്തിന്റെ അടുക്കൽ ആയത്തുൽ കുർസി ഓതിയാൽ അതിലൊരു പ്രത്യേക ബറക്കത്തും ഖൈറും ജല്ല ജലാലായ അല്ലാഹു നൽകുമെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് എല്ലാത്തിനും റഹ്മത്തല്ലേ, എല്ലാത്തിനും ശിഫല്ലേ, എല്ലാത്തിനും പരിഹാരല്ലേ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. വിശ്വാസികൾക്ക് പരിശുദ്ധ ഖുർആൻ എല്ലാ അർത്ഥത്തിലും കാരുണ്യമാണ്. ഭക്ഷണം ഉണ്ടാക്കി ഒരു പരിപാടി വീട്ടിലുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി പ്രതീക്ഷിക്കാത്ത കുറച്ച് ആളുകളൊക്കെ വന്നു, തികയൂലേ എന്നുള്ളൊരു ഭയം. അല്ലാഹുവിന്റെ ഖുർആന്റെ ഒരു ബറക്കത്ത് ആ ഭക്ഷണത്തിൽ ഉണ്ടാവാൻ. അയിന അൻത മിൻ ആയത്തുൽ കുർസി. ആ ഭക്ഷണത്തിന്റെ അടുക്കൽ വെച്ച് ആയത്തുൽ കുർസി ഓതിക്കൂടെ? കാരണം മാ തുലിയത അലാ തുആമിൻ വലാ ഇദാമിൻ ഇല്ലാ അൻമല്ലാഹു ബറകത ദാലിക തുആമി വൽ ഇദാം. ജല്ല ജലാലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായ ബറക്കത്ത് ആയത്തുൽ കുർസി ഓതിയ ഭക്ഷണത്തിൽ നൽകുമെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഹബീബായ നബിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലിംനി ശൈഅൻ യൻഫഉനില്ലാഹു ബിഹി. നബിയെ, എനിക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു സംഗതി നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരി. എനിക്ക് മാത്രല്ല, എന്റെ ഒപ്പമുള്ളവർക്കൊക്കെ അതുകൊണ്ട് ഹൈർ കിട്ടണം. എന്റെ കൂടെ ഉള്ളവർക്ക്, എന്റെ അയൽവാസികൾക്ക്, അവർക്കൊക്കെ ഹൈർ കിട്ടണം. അതിനു പറ്റിയ ഒരു കാര്യം പറഞ്ഞു തരൂ നബിയെ, പഠിപ്പിച്ചു തരൂ. ഉടനെ ഫഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരാ ശ്രദ്ധിക്ക്, സഹോദരാ ശ്രദ്ധിക്ക്, സഹോദരി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇഖ്റ ആയത്തുൽ കുർസി. നീ എന്ത് ചെയ്യുന്നറിയോ? ആയത്തുൽ കുർസി ഓത്. നല്ലോണം ആയത്തുൽ കുർസി ആവർത്തിക്ക്. ഫഇന്നഹു യഹ്ഫിളുക വദുരിയതക വയഹ്ഫിളു ദാരക ഹത്ത ദുവൈറാതി ഹൗല ദാരിക്. എന്താണ് ഈ ആയത്തുൽ കുർസി മുറുകെ പിടിച്ചാലുള്ള ഗുണം? ആയത്തുൽ കുർസി മുറുകെ പിടിച്ചാലുള്ള ഗുണം എന്ത്? ഫഇന്നഹു യഹ്ഫിളുക, നിന്നെ അത് കാത്തോളും. അത് കാത്തോളും. നിന്നെ മാത്രമല്ല വദുരിയതക, നിന്റെ കുടുംബത്തെയും ജല്ല ജലാലായ അല്ലാഹു, ജല്ല ജലാലായ റബ്ബേ ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് കാത്തുകൊള്ളും. വയഹ്ഫിളു ദാരക ഹത്ത ദുവൈറാതി ഹൗല ദാരിക്. നിന്റെ വീട്, നിന്റെ പരിസരത്തുള്ള വീട്, ആ വീടുകൾക്കൊക്കെ സംരക്ഷണം കിട്ടാൻ ഈ ആയത്തുൽ കുർസി മതിയാകും. എപ്പോഴെങ്കിലും ഒരു ആയത്തുൽ കുർസി ഓതിയാ കിട്ടുന്ന കാര്യമല്ല ഈ പറഞ്ഞിട്ടോ. അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ കഴിയണം.
അതൊക്കെ നമ്മളെ ജീവിതത്തിൽ വലിയ സംരക്ഷണത്തിനും കാരണമാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. നമ്മളിപ്പോ ഈ ആയത്തുൽ കുർസിയൊക്കെ ശരിക്കും രാവും പകലും നല്ലപോലെ മെയ് വഴക്കം ചെന്ന് നാവിന് വഴക്കം ചെന്ന് അതാണ്ട് ഓതിക്കഴിഞ്ഞാൽ ഒരുപാട് സിഹറുകൾ അറ്റുപോകും. ചിലതൊക്കെ അതിന്റെ പ്രത്യേക ചികിത്സാ രീതിയിലൂടെ തന്നെ ബാത്തിലാക്കേണ്ടി വരും. എന്നാൽ അത് നമ്മിലേക്ക് അടുക്കാതിരിക്കാൻ ഈ പരിശുദ്ധമായ വചനങ്ങൾ കാരണമാകും. അത് നമ്മൾ ശ്രദ്ധിക്കാനാണ് ഇതിങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ മർമ്മപ്രധാനമാണ് സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്ത്. ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി എന്ന് തുടങ്ങുന്ന സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്ത്. അത് വലിയൊരു പരിചയം. ആ പരിചകൾ നമ്മൾ ഉപയോഗിക്കണം. ആ പടയങ്കി നമ്മൾ ധരിച്ചിരിക്കണം. ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാ. മൻ ഖറഅ ഒരാൾ ഓതിയാൽ ബിൽ ആയതൈനി 2 ആയത്തുകൾ മിൻ ആഖിരി സൂറത്തിൽ ബഖറ സൂറത്തുൽ